കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കോൺസെപ്റ്റ് പറയുമ്പോൾ ശാലിനി നമ്മുടെ മഞ്ജുവിൻ്റെ കൈ കൊണ്ട് തന്നെ തീരുന്നുള്ളൊരു ഉറപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ പണികളാണ് നമ്മുടെ ശാലിനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശാലിനെ സ്വപ്നം വിളിച്ച് പറയും, ഇന്ന് ഗിരിൻ്റെയും മഞ്ജുവിൻ്റെയും ആദ്യ രാത്രിയാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വന്ന് ചെയ്തോ പറഞ്ഞിട്ട് പറയണം. അത് കേൾക്കുമ്പോൾ ശാലിനി അങ്ങോട്ട് ഷോക്കാവണം. ശാലിനിക്ക് നമ്മുടെ ഗിരിനെ നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ പെട്ടെന്ന് ആദ്യ രാത്രി എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്ക് അങ്ങോട്ട് ഷോക്കായി. എന്നിട്ട് വേഗം വീട്ടിലേക്ക് വേഗം വരണം കേട്ടോ. അവിടെ ആണെങ്കിൽ നല്ല സന്തോഷം, ആദ്യ രാത്രിയല്ല. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും കൂടി നിൽക്കുകയാണ്. സ്വപ്നയും ഭാനുമയും ഒഴിച്ച് ബാക്കി 4 പേരും, മഹിമയും മഞ്ജുവും എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശാലിനി അങ്ങോട്ട് കയറി വരിക. അവളെ കണ്ട് നമ്മുടെ മഹിമ പറയും, ഇവളെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, ഇവൾ എൻ്റെ കൈ കൊണ്ട് തന്നെ ശാപം, ഇവള് എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് പിറുപിറുത്ത് കൊണ്ടിരിക്കണം കേട്ടോ. അത് അവളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഗിരി അങ്ങോട്ട് ചോദിക്കണേ, നീ എന്താ ഈ നേരത്തെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കണേ? അല്ല, ഇവിടെ ഒരു എന്തോ ചടങ്ങ് നടക്കണമെന്ന് ഞാൻ അറിഞ്ഞു, അപ്പോൾ അങ്ങനെ വന്നാണ്. സ്വപ്നം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഗിരിയോട് പറയണം കേട്ടോ. എന്നിട്ട് ഗിരിയോട് ശാലിനി പറയുമ്പോൾ, എനിക്ക് ഗിരിയോട് ഒരു പേഴ്സണായിട്ടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇവിടെ ഉള്ളവരൊക്കെ വേണ്ടപ്പെട്ടവരാണ്, ഇവരുടെ മുന്നിൽ പറയാൻ പറ്റണമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് ഇവരറിയാണ്ട് വേറൊരു കാര്യം എനിക്കില്ല എന്നൊക്കെ പറയണം കേട്ടോ. ഗിരി നന്നായി ആലോചിച്ച് തന്നെയാണോ ഈ ചടങ്ങ് നടത്തുന്നത്? അതെ, എന്താണ് കുഴപ്പം പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അല്ല, എനിക്കിത് പെട്ടെന്ന് നടത്തുന്ന പോലെ തോന്നുന്നു പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി പറയണം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ കുറേ മാസങ്ങളായി, ഇനി എവിടേക്കാണ് ഇത് നീട്ടിയിട്ട് പോകണത് പറഞ്ഞിട്ട് പറയണം. അല്ല, എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ഗിരി ശാലിനിയോട് പറയണം കേട്ടോ. ഗിരി ശബരിമലയ്ക്ക് പോയപ്പോൾ മഞ്ജുവിനെ മുകുന്ദൻ്റെ വീട്ടിലല്ലേ നിർത്തിയത്. അപ്പോൾ അടുത്ത വീട്ടിലുള്ള അയ്യപ്പനുണ്ടല്ലോ, അയ്യപ്പനും മഞ്ജുവും കൂടി ബന്ധമുണ്ടായിരുന്നു. ഞാൻ മഞ്ജുവിനെയും അയ്യപ്പനെയും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു രീതിയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വപ്നം അമ്മയോട് പറയും, അമ്മേ ഈ ഫസ്റ്റ് നൈറ്റ് എന്തായാലും ഇവള് കുളവാക്കും പറഞ്ഞിട്ട് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗിരി പറയും, അപ്പം നീ പറഞ്ഞു വരുന്നത് എൻ്റെ ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്നല്ലേ? അല്ല, ഇത് ശാലിനി എങ്ങനെ അറിഞ്ഞ്? ഇവിടെ ആൾക്കാർക്ക് അയൽവാസികളൊക്കെ പറയണ ഞാൻ കേട്ടു. അല്ല, നീ കണ്ടോ? ഞാൻ കണ്ടു പറഞ്ഞിട്ട് പറയണം. അത് കേൾക്കുമ്പോൾ നമ്മുടെ മഞ്ജു സ്പോട്ടിൽ വന്നിട്ട് അവളെ ചെറിയിട്ട് അടിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പറയുമ്പോൾ ഒരു കിടക്കാച്ച എപ്പിസോഡ്. ഞാൻ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.